Students, welcome to the class. Here in this class we can discuss about buck-boost converter. So buck converter is earlier discussed and both boost converter. Okay. Buck converter ഉം boost converter ഉം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തതല്ലേ? Buck converter സാർ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ boost converter കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. പിന്നെ പഠിക്കാനുള്ളത് buck boost converter ആണ്. So, this one is the circuit diagram for buck boost converter. Okay. എന്തൊക്കെയാണുള്ളത്? ഒരു സോഴ്സ്, വോൾട്ടേജ് സോഴ്സ് ഇൻപുട്ടിൽ, പിന്നെ ഒരു സ്വിച്ച്, പിന്നെ ഇൻഡക്റ്റൻസ്, പിന്നെ ഡയോഡ്, പിന്നെ കപ്പാസിറ്റൻസ്, പിന്നെ ഒരു ലോഡ്. ഇത്രയാണ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പം ബക്ക് ബൂസ്റ്റ് മീൻസ് വി ക്യാൻ ഇംപ്രൂവ്, ഇൻക്രീസ് ഓർ decrease the output voltage as compared to input one. That is, we can increase or decrease the output voltage while compared to the input voltage. നമുക്ക് ഔട്ട്പുട്ട് ടെർമിനലിലെ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും ആസ് കമ്പയർഡ് ടു ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെക്കാട്ടും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനും കഴിയും, ഡിക്രീസ് ചെയ്യാനും കഴിയും. ബക്കിൻ്റെയും ബൂസ്റ്റിൻ്റെയും ഫങ്ഷൻസ് ഒരുമിച്ച് നടക്കും. അതാണ് എന്ത്? ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. സോ ഫസ്റ്റ് വൺ ഹിയർ നമ്മളെപ്പോഴും രണ്ട് മോഡായിട്ടാണ് വർക്കിംഗ് പറയുന്നത്. ദിസ് വൺ ഈസ് ദി വർക്കിംഗ് ഇൻ മോഡ് വൺ. മോഡ് വണ്ണിൽ എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഡയോഡ് ഓഫ് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഡയോഡ് ഓഫ് ചെയ്യുന്നു. അപ്പം എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാകുക? സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നു അല്ലേ? സ്വിച്ച് ഓൺ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും? ഡയോഡിൻ്റെ കണക്ഷൻ വരുന്നില്ല. ഇൻഡക്റ്റൻസ് ഇതിലൂടെ ഈ ഒരു പാത്തിലൂടെ എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്യും. ഈ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ. ഹിയർ എന്ത് ചെയ്യും? അപ്പോൾ ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും? സർക്യൂട്ടിൽ പെർഫോം ചെയ്യും. അപ്പോൾ ഇൻഡക്റ്റൻസ് എനർജി സ്റ്റോർ ചെയ്യും. സ്വിച്ച് ഓണാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഡയോഡ് ഓഫായിരിക്കും. ആ ടൈമിൽ എന്ത് ചെയ്യും? ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് വർക്ക് ചെയ്യും. ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഡക്റ്റൻസ് എനർജി സ്റ്റോർ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി സ്വിച്ച് ഓഫാകുന്ന സമയത്ത് ഈ ഒരു കണക്ഷൻ ഉണ്ടാകില്ല. ഡയോഡ് എന്ത് ചെയ്യും? വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത എനർജി എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ. ഇൻഡക്റ്റൻസ് സ്വിച്ച് ഓണാകുന്ന ടൈമിൽ ഇൻഡക്റ്റൻസ് എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. സ്വിച്ച് ഓഫാകുന്ന ടൈമിൽ എന്ത് ചെയ്യും? ഇൻഡക്റ്റൻസ് എനർജി ഡിസ്ചാർജ് ചെയ്യും. അതായത് ഈ ഒരു ലൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇൻഡക്റ്റൻസിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. എനർജി ഡിസ്ചാർജ് ചെയ്യുന്നു, കൂടെ തന്നെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നു. ഫസ്റ്റ് വണ്ണിൽ ഇൻഡക്റ്റൻസ് എനർജി സ്റ്റോർ ചെയ്യുന്നു, ഡയോഡ് ഓഫാണ്. സെക്കൻഡ് കേസിൽ ഇൻഡക്റ്റൻസ് എനർജി എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത എനർജി മൊത്തം ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ ഒരു പാത്തിൽ ഡയോഡ് ഓൺ ആയിരിക്കും. ആ ടൈമിൽ എന്തായിരിക്കും? ഡയോഡ് ഓൺ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പറയാനുള്ളത്. നിങ്ങൾ രണ്ട് മോഡായിട്ട് പഠിക്കുക. മോഡ് വണ്ണിൽ സ്വിച്ച് ഓൺ ആകുന്നതും മോഡ് ടൂവിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന കണ്ടീഷനും പഠിക്കാം. ഓക്കെ. നമുക്കതിൻ്റെ വേവ് ഫോം നോക്കാം. എങ്ങനെയാണ് കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും വേവ് ഫോം വരുന്നത്? അപ്പോൾ ഫസ്റ്റ് ഫിഗർ ഷോസ് ചെയ്തത് എന്താണ്? വോൾട്ടേജാണ് കേട്ടോ. സെക്കൻഡ് ഫിഗർ കറൻറ്റാണ്. അപ്പോൾ വോൾട്ടേജും കറൻറ്റുമാണ് മെയിൻലി വേണ്ടത്. കറൻറ്റാണ് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻ്റ് ഏതാണ്? T1 മീൻസ് സ്വിച്ച് ഓൺ ആകുന്ന ഇൻസ്റ്റൻ്റാണ്. ഓക്കെ. T1 എന്താണ്? സ്വിച്ച് ഓൺ ആകുന്ന ഇൻസ്റ്റൻ്റാണ്. T2 എന്താണ്? സ്വിച്ച് ഓഫ് ആകുന്ന ഇൻസ്റ്റൻ്റാണ്. T1 എന്താണ്? സ്വിച്ച് ഓൺ ആകുന്ന ഇൻസ്റ്റൻ്റാണ്. T2 എന്താണ്? സ്വിച്ച് ഓഫ് ആക്കുന്ന ഇൻസ്റ്റൻ്റാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ആകുന്ന ടൈമിൽ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് വോൾട്ടേജ് വരുന്നുണ്ട്. ആ ടൈമിൽ കറണ്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ?
ഇൻഡക്റ്റൻസ് ചാർജ് ചെയ്യുന്നു അല്ലേ, ഇൻഡക്റ്റൻസ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി സ്വിച്ച് ഓഫാകുന്ന കേസ് എടുക്കാം. സ്വിച്ച് ഓഫാകുന്ന ടൈമിൽ എന്ത് ചെയ്യും, കറണ്ട് ഇൻഡക്റ്റൻസിലുള്ള എനർജി മൊത്തം എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ആകുന്നു. ഇൻഡക്റ്റൻസിലുള്ള എനർജി ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പം സ്വിച്ച് ഓൺ ആകുന്ന ടൈമിൽ I1 നിന്ന് I2ലേക്ക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. സ്വിച്ച് ഓഫാകുന്ന ടൈമിൽ I2ൽ നിന്ന് I1ലേക്ക് കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ വേവ് ഫോമിൽ പഠിക്കേണ്ടത്. ഇപ്പോൾ ഓപ്പറേഷൻ പറയുന്ന സമയത്ത് 2 മോഡായിട്ട് നോക്കുക. വേവ് ഫോം പറയുന്ന ടൈമിലും ആ മോഡിൽ തന്നെ വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും ഡിസൈനാണ്. ഏതൊക്കെ വാല്യൂസാണ് ചൂസ് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ വാല്യൂസാണ് ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂസ് ചൂസ് ചെയ്യേണ്ടത്, അതുപോലെ ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻസ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഡ്യൂട്ടി റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, കറണ്ടിൻ്റെ വേവ് ഫോം നോക്കുക. ഫസ്റ്റ് സ്വിച്ച് ഓണാകുന്ന ടൈമിൽ I1 നിന്ന് I2ലേക്ക് എന്ത് ചെയ്യും, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. I1 നിന്ന് I2ലേക്ക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡക്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജിന് എങ്ങനെ പറയാം, ഇൻഡക്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് എങ്ങനെ പറയാം, VL അല്ലേ. ഇൻഡക്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് VL. VL ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt ആണ്. L ഇൻറ്റു di മീൻസ് ചേഞ്ചിങ് കറണ്ട് അല്ലേ. കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് എവിടെ നിന്നാണ്, I1 നിന്ന് I2ലേക്കാണ്. അപ്പോൾ I2 മൈനസ് I1 ഡിവൈഡഡ് ബൈ T1 ആയിട്ട് എഴുതാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു I2 മൈനസ് I1 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു L ഇൻറ്റു ഡെൽറ്റ I ഡിവൈഡഡ് ബൈ T1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് T1ൻ്റെ ഇക്വേഷൻ നോക്കാമല്ലോ. T1 എന്തായി, L ഇൻറ്റു ഡെൽറ്റ I ഡിവൈഡഡ് ബൈ Vin ആയിട്ട് കിട്ടൂലേ. T1ൻ്റെ ഇക്വേഷൻ L ഇൻറ്റു ഡെൽറ്റ I ഡിവൈഡഡ് ബൈ Vin. ഇതേപോലെ T2ൻ്റെ ഇക്വേഷൻ, അടുത്ത ടൈം ഇൻസ്റ്റൻറ്റിൻ്റെ ഇക്വേഷനും നോക്കണം. അപ്പോൾ അടുത്ത ടൈം ഇൻസ്റ്റൻറ്റിൽ എന്താ സംഭവിക്കുക, അടുത്ത ടൈം ഇൻസ്റ്റൻറ്റിൽ ഇൻഡക്റ്റൻസ് എനർജി ഡിസ്ചാർജ് ചെയ്യുന്നു, അതായത് കറണ്ട് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരിക എന്ന് നോക്കാം. ഓക്കെ, സ്റ്റുഡൻസ്, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. സെക്കൻഡ് കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, വോൾട്ടേജ് നോക്കുക. ഇൻഡക്റ്റൻസ് എനർജി എന്ത് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. ഇൻഡക്റ്റൻസിൽ സ്റ്റോർ ചെയ്ത എനർജി മൊത്തം ഡിസ്ചാർജ് ചെയ്യുന്നു, കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നു, V0 ഈസ് ഈക്വൽ ടു മൈനസ് L. മൈനസ് മീൻസ് എനർജി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. കറണ്ട് ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു മൈനസ് L ഇൻറ്റു ഡെൽറ്റ I ഡിവൈഡഡ് ബൈ T2 ആണ്. മൈനസ് L ഇൻറ്റു ഡെൽറ്റ I ഡിവൈഡഡ് ബൈ T2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് T2ൻ്റെ ഇക്വേഷൻ കിട്ടുമല്ലോ. T2ൻ്റെ ഇക്വേഷൻ കിട്ടില്ലേ. T2 ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് L ഇൻറ്റു ഡെൽറ്റ I ഡിവൈഡഡ് ബൈ V0 ആണ്. ഓക്കെ, അപ്പോൾ T1ൻ്റെ ഇക്വേഷനും കിട്ടി, T2ൻ്റെ ഇക്വേഷനും കിട്ടി. ഇനി ഇത് എന്ത് ചെയ്യാം, രണ്ട് കേസിലും ഡെൽറ്റ I ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ രണ്ട് കേസിലുള്ള ഡെൽറ്റ I കണ്ടുപിടിച്ചതിന് ശേഷം ഇക്വേറ്റ് ചെയ്യാലോ. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. രണ്ട് കേസിലുള്ള ഡെൽറ്റ I കണ്ടുപിടിച്ചു, അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, T1ന് D2. T1 മീൻസ് സ്വിച്ച് ഓൺ ആകുന്ന ടൈമാണ് T1.
T1 എന്ത് ചെയ്തു? ഡി ടി ആയിട്ട് മാർക്ക് ചെയ്തു. T1 ഡി ടി ആയിട്ട് മാർക്ക് ചെയ്തു. T2 1 മൈനസ് ഡി ഇൻറ്റു ടി ആയിട്ട് മാർക്ക് ചെയ്തു. T1 ഡി ടി ആയിട്ട് മാർക്ക് ചെയ്തു. T2 1 മൈനസ് ഡി ഇൻറ്റു ടി ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് T1ൻ്റെയും T2ൻ്റെയും വാല്യൂസ് ഡെൽറ്റ ഐൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T1ൻ്റെയും T2ൻ്റെയും വാല്യൂസ് ഡെൽറ്റ ഐൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ കിട്ടുമല്ലോ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു മൈനസ് വി ഇൻ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി എന്ന് കിട്ടും. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു മൈനസ് വി ഇൻ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡി എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു മൈനസ് വി ഇൻ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡി എന്നാണ് കിട്ടുന്നത്. ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി നോക്കേണ്ടത് ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂസാണ്. ഓക്കെ, ഇഫ് ദ കൺവേർട്ടർ ഈസ് അസ്യൂംഡ് ടു ബി എ ലോസ്ലെസ് വൺ, ഒരു ലോസ്ലെസ് സിസ്റ്റം ആണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ലോസ്ലെസ് സിസ്റ്റം ആണെങ്കിൽ വി ഇൻ ഇൻറ്റു ഐ ഇൻ ഈസ് ഈക്വൽ ടു മൈനസ് വി നോട്ട് ഇൻറ്റു ഐ നോട്ട് ആയിരിക്കും. വി ഇൻ ഇൻറ്റു ഐ ഇൻ ഈസ് ഈക്വൽ ടു മൈനസ് വി നോട്ട് ഇൻറ്റു ഐ നോട്ട് ആയിരിക്കും. അപ്പോൾ എന്താ വരിക? വി ഇൻ ഇൻറ്റു ഐ ഇൻ ഈസ് ഈക്വൽ ടു വി നോട്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ, ഏർലിയർ പഠിച്ചല്ലോ. വി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡി ആണ്. അതെന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഇൻ ഇൻറ്റു, അപ്പോൾ എന്ത് കിട്ടും? വി ഇൻ ഇൻറ്റു ഐ ഇൻ ഈസ് ഈക്വൽ ടു വി ഇൻ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡി ഇൻറ്റു ഐ നോട്ട് എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഐ എന്നിൻ്റെ ഇക്വേഷൻ കിട്ടുമല്ലോ. ഐ എന്നിൻ്റെ ഇക്വേഷൻ കിട്ടും. എങ്ങനെ കിട്ടും? ഐ എൻ ഈസ് ഈക്വൽ ടു ഐ നോട്ട് ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 1 മൈനസ് ഡി എന്ന് കിട്ടും. ഓക്കെ, ഇനി ടോട്ടൽ ടൈം സ്വിച്ചിങ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടി എന്താണ്? സ്വിച്ച് ഓൺ ആകുന്ന ടൈം പ്ലസ് സ്വിച്ച് ഓഫ് ആകുന്ന ടൈമാണല്ലേ. ടി ഈസ് ഈക്വൽ ടു സ്വിച്ച് ഓൺ ആകുന്ന ടൈം പ്ലസ് സ്വിച്ച് ഓഫ് ആകുന്ന ടൈമാണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ T1 എന്താണ്? T1 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, മുന്നേ കണ്ടുപിടിച്ചതാണ്. എന്താണ്? T1 ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡെൽറ്റ ഐ ഡിവൈഡഡ് ബൈ വി ഇൻ ആണ്. T2 എന്താണ്? മൈനസ് എൽ ഇൻറ്റു ഡെൽറ്റ ഐ ഡിവൈഡഡ് ബൈ വി നോട്ടാണ്. അപ്പോൾ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടുന്നതായിരിക്കും. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡെൽറ്റ ഐൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, എല്ലിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാം. ഇവിടെ ഡെൽറ്റ ഐൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു വി ഇൻ ഇൻറ്റു വി നോട്ട് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു വി നോട്ട് മൈനസ് വി ഇൻ. ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു വി ഇൻ ഇൻറ്റു വി നോട്ട് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു വി നോട്ട് മൈനസ് വി ഇൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഇത്രയും എന്താണ്? ഡി ആണ്. ഡിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? ഇക്വേഷൻ എന്താകും? ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡി ടി ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു വി ഇൻ ആകുമല്ലോ. ഡി ടി ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു വി ഇൻ ആകും. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസിയിലാണ് വേണ്ടതെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എന്താണ്? 1/f ആണല്ലോ. ടി ഈസ് ഈക്വൽ ടു 1/f ആണ്. അപ്പോൾ ഡെൽറ്റ ഐൻ്റെ ഇക്വേഷൻ എങ്ങനെയാകും? വി ഇൻ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എൽ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലിൻ്റെ വാല്യൂ, എല്ലിൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ, റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലിൻ്റെ ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നു. ഇനി എന്താണ് വേണ്ടത്? സിൻ്റെ ഇക്വേഷൻ അല്ലേ, കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ അസ്യൂം ചെയ്യുന്നു. കറൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് നോക്കുക. ടോട്ടൽ വോൾട്ടേജ് ഡെൽറ്റ വി ക്യാപ് ഈസ് ഈക്വൽ ടു 1/c ഇൻ്റർവൽ 0 to T1 I ക്യാപ് ഇൻറ്റു ഡി ടി.
കറൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 0 മുതൽ T1 വരെയുള്ള കറൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാലോ കപ്പാസിറ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് എന്താണ്? 1/C ഇൻറ്റു ഇൻറ്റഗ്രൽ IDT ആണല്ലേ. നിങ്ങൾക്കറിയാലോ കപ്പാസിറ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് മീൻസ് എന്താണ്? 1/C ഇൻറ്റു ഇൻറ്റഗ്രൽ IDT ആണ്. അപ്പോൾ കറൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 0 മുതൽ T1 വരെ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് I ക്യാപ്പിന് I0 ആയിട്ട് കൊടുക്കുന്നു, കറൻറ്റായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? I0 ഇൻറ്റു T1 ഡിവൈഡഡ് ബൈ C ആയിട്ട് കിട്ടും. I0 ഇൻറ്റു T1 ഡിവൈഡഡ് ബൈ C ആയിട്ട് കിട്ടും. അപ്പോൾ അതിനെ ഇൻ ടേംസ് ഓഫ് ഡ്യൂട്ടി റേഷ്യോയിൽ എഴുതുകയാണെങ്കിൽ I0 ഇൻറ്റു D ഡിവൈഡഡ് ബൈ FC ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ Cൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. Cൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസിൻ്റെയും ഇക്വേഷൻസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പ്രോപ്പറായിട്ട് നമ്മൾ ഇൻഡക്റ്റൻസ് സെലക്ട് ചെയ്യണം, കപ്പാസിറ്റൻസ് സെലക്ട് ചെയ്യണം, ഡ്യൂട്ടി റേഷ്യോ D സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ? നമ്മൾ സർക്യൂട്ട് ബക്ക് ബൂസ്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും മനസ്സിലായോ? ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്ത് സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. കൺസ്ട്രക്ഷൻ നോക്കുക. സെക്കൻഡ് വൺ ഇതിൻ്റെ ഓപ്പറേഷൻ നോക്കുക. 2 മോഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. സ്വിച്ച് ഓൺ ആകുന്ന മോഡ്, സ്വിച്ച് ഓഫ് ചെയ്യുന്ന മോഡ്. ഓക്കെ. അതിനുശേഷം ഇതിൻ്റെ വേവ് ഫോം നോക്കുക. അറ്റ് ലാസ്റ്റ് ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും ഡിസൈൻ നോക്കുക. അതിൽ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ടല്ലോ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷനും കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനും നോട്ട് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കിതിൽ പഠിക്കാനുള്ളത്. ഓക്കെ.